റോജ ഹണി റോസിൻ്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെ വയനാട്ടിലെ റിസോർട്ടിലെത്തി പോലീസ് പൊക്കിയിരിക്കണം. നല്ല കാര്യം. പക്ഷേ ഈ നീതി പ്രമുഖർക്ക് മാത്രമേ ലഭിക്കുന്നുള്ളൂ. അതൊരു വളരെ സീരിയസ് ആയ ചോദ്യമാണ്. കാരണം നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ പലപ്പോഴും പ്രമുഖർക്ക് മാത്രമാണ് നീതി ലഭിക്കുന്നു അത് സ്ത്രീകളായാലും പുരുഷനായാലും നീതി ലഭിക്കുന്നു എന്നൊരു തോന്നൽ സാധാരണക്കാർക്കുണ്ട്. അതവരെ കുറ്റപ്പെടുത്താനും പറ്റത്തില്ല. ഹണി റോസിനെ പോലെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സിനിമാ താരത്തിന് ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ പോലീസ് വളരെ സ്പീഡായിട്ട് ആക്ട് ചെയ്യുകയും ആരോപണ വിധേയനായ വ്യക്തിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് ഹണി റോസുമായിട്ട് സംസാരിച്ചു എന്നാണ് കേൾക്കുന്നത്. പോലീസ് വളരെ വേഗത്തിൽ ആക്ട് ചെയ്തു. ഒളിച്ചോടാൻ സാധ്യതയുണ്ടായിരുന്ന പ്രതിയെ പിടിക്കുകയൊക്കെ ചെയ്തു. നല്ല കാര്യം തന്നെ. കാരണം കേരളത്തിലെ മുഖ്യമന്ത്രി അക്കാര്യത്തിൽ കാണിച്ച മുഖ്യമന്ത്രിയുടെ ക്വിക്ക് ആക്ഷനെ അഭിനന്ദിക്കാതിരിക്കാൻ തരമില്ല. കാരണം അദ്ദേഹം വളരെ ഒരു അറിയപ്പെടുന്ന ഒരു സിനിമാ താരം അദ്ദേഹത്തിൻ്റെ അടുത്ത് പരാതി പറയുമ്പോൾ വളരെ ക്വിക്ക് ആൻഡ് ഫാസ്റ്റായിട്ട് തന്നെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. അത് തികച്ചും അഭിനന്ദനാർഹമായ കാര്യം തന്നെയാണ്. അതിനകത്ത് ഒരു തർക്കവുമില്ല. പക്ഷേ നേരെ മറിച്ച് കേരളത്തിൽ നമ്മുടെ മുമ്പിൽ തന്നെ നിരവധി സംഭവങ്ങൾ എടുത്തു പറയാനുണ്ട്. കേരളത്തിലെ ഒരു പറ്റം വനിതാ ന്യൂസ് റിപ്പോർട്ടർമാരുടെയും ന്യൂസ് ആങ്കർമാരുടെയും അവർക്കെതിരെ ഇതേപോലെ വന്ന സോഷ്യൽ മീഡിയയിൽ കൂടെ വന്ന ക്രൂരമായ തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായ സമയത്ത് പരാതി കൊടുത്തിട്ടും പല കാര്യങ്ങളിലും ഒരിടത്ത് പോലും ഒരു പോലീസ് നടപടിയും ഉണ്ടായില്ല. പലരുടെ കേസുകൾ ഇപ്പോഴും അവിടെ തന്നെ കുഴിച്ചു മൂടിയിട്ടിരിക്കും. ഉദാഹരണത്തിന് എൻ്റെ അടുത്ത സുഹൃത്തും ഏഷ്യാനെറ്റിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററുമായ സിന്ധു സൂര്യകുമാറിനെതിരെ വലിയ തോതിൽ ഈ സോഷ്യൽ മീഡിയ ആക്രമണങ്ങളുണ്ടായി. അതുപോലെ തന്നെ പല മനോരമയിലെ നിഷ പുരുഷോത്തമനെതിരായിട്ട് അങ്ങനെ പലർക്കും എതിരായിട്ട് ആക്രമണങ്ങൾ ഇതേപോലുള്ള ആക്രമണം ഉണ്ടായി. ഒന്നും വേണ്ട, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയാണ് പി ഗീത. അവരൊരു കോളേജ് അധ്യാപികയായിരുന്നു. അവർക്കും മകൾക്കും എതിരായിട്ട് സോഷ്യൽ മീഡിയയുടെ ഈ സദാചാര പോലീസുകാരുടെ വലിയ തോതിലുള്ള ആക്രമണങ്ങളുണ്ടായി. അവർ പലവട്ടം പരാതി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമായ നടപടികളൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇങ്ങനെ അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ നിരവധി പേർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ കൂടെ ആക്രമണം ഉണ്ടാകുമ്പോഴൊന്നും പോലീസ് വേണ്ട രീതിയിൽ നടപടി എടുക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് കൂടിക്കൂടി വരുന്നത്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ ഈ സാധ്യതകളാണ് ഇത്തരത്തിൽ ഫേക്ക് ഐഡിയതും അല്ലാതെയും ഒക്കെ തന്നെ പലരും സ്ത്രീകൾക്കും എതിരായിട്ടും വ്യക്തികൾക്കെതിരായിട്ടും ഒക്കെ തന്നെയുള്ള പല വിധത്തിലുള്ള ആരോപണങ്ങളുണ്ട്. കേരളത്തിലെ വനിതാ എം എൽ എമാർക്കൊക്കെ എതിരായിട്ട് എന്തുമാത്രം ആക്ഷേപങ്ങളാണ് ഇത്തരത്തിൽ ഉന്നയിക്കപ്പെടുന്നത്. അതിലൊന്നും കാര്യമായൊരു നടപടി ഉണ്ടായിട്ടൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ അത്രമേൽ പ്രശസ്തരും സ്വാധീനമുള്ളവർക്കാണെങ്കിൽ നടപടി ഉണ്ടാകാറുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിമാരുടെ മക്കൾക്കെതിരായിട്ടോ അല്ലെങ്കിൽ ഭാര്യമാർക്കെതിരായിട്ടോ ഒക്കെ വരുമ്പോൾ മാത്രമാണ് പലപ്പോഴും പോലീസ് ആക്ട് ചെയ്തതായിട്ട് കാണുന്നത്. അല്ലെങ്കിൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഒക്കെ വരുമ്പോഴാണ് പോലീസ് ആക്ട് ചെയ്തതായിട്ട് കാണുന്നത്. അതാണ് ഇത്തരം വ്യക്തികൾക്കെതിരെ വരുമ്പോൾ ആൾക്കാർക്ക് സംശയത്തോടുകൂടി കാണുന്നത്. അതായത് പ്രമുഖരാണെങ്കിൽ മാത്രം നീതി നടപ്പാക്കുന്നു എന്നൊരവസ്ഥ. അത് കാരണം നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണെന്ന് പറയുകയും ആ തുല്യത ഇത്തരം കാര്യങ്ങൾ ലഭിക്കാതെ പോവുകയും ചെയ്യുന്നുണ്ട്. ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ കേസിൽ എന്തുകൊണ്ടാണ് നടപടി വൈകിയെന്നുള്ളത് മാത്രമേ ചോദിക്കാവുള്ളൂ. കാരണം ഇത് ആദ്യമായിട്ടല്ല പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഒരു നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ മറ്റുള്ളവരെ അപമാനിക്കുന്ന തരത്തിലുണ്ടായിരുന്നത്. ഇതിനൊന്നും ഒരു നടപടി ഉണ്ടാവാത്തത് കൊണ്ടാണ് പുള്ളി വീണ്ടും ഇത് ആവർത്തിച്ചു കൊണ്ടിരുന്നതെന്ന് തന്നെ പറയേണ്ടി വരും. ഞാനതാ തുടക്കത്തിൽ പറഞ്ഞത്, പലപ്പോഴും ഈ നീതി നിർവഹണത്തിൻ്റെ കാര്യത്തിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന വീഴ്ച അല്ലെങ്കിൽ ഭരണകൂടത്തിന് ഉണ്ടാകുന്ന വീഴ്ച. കാരണം ഇപ്പോൾ ഈ നീതി നടപ്പാക്കുന്ന സംവിധാനങ്ങളുടെ ഒരുതരം എഴഞ്ഞുപോക്കലുണ്ട്. പൊതുവെ എല്ലാ കാര്യത്തിലും ഒരു താല്പര്യമില്ലായ്മ പ്രകടിപ്പിക്കപ്പെടുന്നുണ്ട്. ആക്ട് ചെയ്യേണ്ട സമയത്ത് പലയിടത്തും ആക്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ തന്നെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ, ഈ കോടതി പറഞ്ഞിട്ട് പോലും പല കേസുകളിലും നിയമ നടപടി ഉണ്ടാവുന്നില്ല. അത്തരത്തിലുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നില്ല, ഒക്കെ തന്നെ പോകുന്നുണ്ട്. അപ്പോൾ അത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ സമ്മർദ്ദത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന വീഴ്ചകളാണ്. എന്നാൽ പോലീസ് ആക്ട് ചെയ്യേണ്ട സമയത്ത് ആക്ട് ചെയ്യുന്നുമുണ്ട്. ഇപ്പോൾ തന്നെ അൻവറിൻ്റെ കാര്യത്തിൽ രാത്രി വീട് വളഞ്ഞ് അൻവറിനെ പിടിച്ചുകൊണ്ട് പോകുന്നു. ഇപ്പോൾ തന്നെ ഈ മുഖ്യമന്ത്രി ഇടപെട്ടു, ഉടൻ തന്നെ പ്രതിയെ പിടിക്കുന്നു. വയനാട്ടിൽ നിന്ന് ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ശുഷ്കാന്തി, അത്തരത്തിലുള്ള വേഗത, അത്തരത്തിലുള്ള ഒരു കാര്യക്ഷമത പലപ്പോഴും കാണുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാന പ്രശ്നം. അപ്പോൾ ഈ നിയമത്തിൻ്റെ സൗജന്യങ്ങൾ നിയമം നീതി നടപ്പാക്കേണ്ട സമയത്ത് നടപ്പാക്കാതെ പോകുന്നതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ കേരള സമൂഹത്തിലുണ്ട്.
അപ്പോൾ അതാണ് പലപ്പോഴും ആൾക്കാരെ സംശയത്തിനിടയാവുകയും CBI അന്വേഷണമൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിലൊക്കെ പോകുന്നതിൻ്റെ ഒരു കാരണം അതാണ്. പോലീസ് കൃത്യമായി ആക്ട് ചെയ്തൊക്കെ ഇന്ത്യയിലെ പോലീസുകാരിലെ ഏറ്റവും നല്ല പോലീസ് സേന എന്ന് പറയുന്നത് നമ്മുടെയാണ്. അന്വേഷണത്തിൻ്റെ കാര്യത്തിലായാലും നീതി നടപ്പാക്കലിൻ്റെ കാര്യത്തിലായാലും കാര്യക്ഷമതയുടെ കാര്യത്തിലൊക്കെ തന്നെ വളരെ നല്ല മിടുക്കന്മാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരും പോലീസ് സേനയും, അതിലൊന്നും ഒരു തർക്കമൊന്നുമില്ല. അഴിമതി മറ്റുള്ള സംസ്ഥാനങ്ങളിലെ പോലീസിനെ അപേക്ഷിച്ച് വളരെ മനുഷ്യത്വപരമായി പെരുമാറുകയും മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിലൊക്കെ തന്നെ കേരള പോലീസ് മുൻപന്തിയിലാണ്. പക്ഷേ ഭരണകൂടത്തിൻ്റെ ഇംഗിതമനുസരിച്ച് പെരുമാറുന്ന ഒരു പോലീസായിട്ട് പലപ്പോഴും മാറുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അത് അപകടകരമാണ്. കാരണം പോലീസായിട്ട് പ്രവർത്തിച്ചാൽ നമ്മുടെ നാട്ടിലെ ഈ ക്രിമിനൽ ആക്ടിവിറ്റീസിൻ്റെ എണ്ണം കുറയും. ആൾക്കാർ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെ ഇത്ര ഈ അഴിഞ്ഞാട്ടം വലിയ തോതിൽ കുറയ്ക്കാൻ പറ്റും. അതൊക്കെ ഒന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ ഇത് ഹണി റോസ് ഈ ഇഷ്യൂവിനകത്ത് അവർ വളരെ ഒരു കൃത്യമായ സ്റ്റാൻഡ് എടുത്തു. എനിക്ക് നീതി ലഭിച്ചേ പറ്റുകയുള്ളൂ എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് മാറുകയും അവർ നീതി നടപ്പാക്കി കിട്ടുന്നതിന് വേണ്ടി അധികാര സ്ഥാനങ്ങളെ സമീപിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇത്ര ഒരു ക്യുക്കായിട്ട് കാര്യങ്ങൾ നടന്നത്. അപ്പോൾ അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അവർ താൻ അപമാനിക്കപ്പെട്ടു എന്നൊരു തോന്നലിൽ നിന്ന് അവർ ഇതിനുവേണ്ടി വളരെ ശക്തമായൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ടതാണ് ഇത് നടന്നത്. രാഷ്ട്രീയ താല്പര്യങ്ങളുടെ പേരിലാണ് പലപ്പോഴും പല കേസുകളും അന്വേഷിക്കപ്പെടാതെ പോകുന്നത്. അതൊഴിവായാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ സോൾവായി. പോലീസായിട്ട് തന്നെ ആക്ട് ചെയ്താൽ തന്നെ പ്രശ്നങ്ങൾ സോൾവ് ആകും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ഈ ബോബി ചെമ്മണ്ണൂരിന് പലപ്പോഴും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടാവാം ബോബി ചെമ്മണ്ണൂർ നിയമത്തിൻ്റെ വലയിൽപ്പെടാതെ രക്ഷപ്പെട്ടു പോയിരിക്കുന്നത്. ആ സ്വാധീനങ്ങൾ കൊണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രി ഇടപെട്ടതുകൊണ്ടാണ്, പോലീസിലെ ഉന്നത അധികാരികൾ ഇടപെട്ടതുകൊണ്ടാണ് ഇപ്പോൾ ഈ ആക്ഷൻസ് ഉണ്ടായത്. അല്ലാതെ താഴെ തട്ടിലൊരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്താൽ ചിലപ്പോൾ പലപ്പോഴും ഇതെങ്ങും എത്താതെ പോയേനെ വരുന്നത്. മുൻകൂർ ജാമ്യമൊക്കെ തേടിയും ഒക്കെ തന്നെ ഇത് പോയി അവസാനിച്ചു പോകേണ്ട ഒരു കേസായിരുന്നു. ഇത് നേരിട്ട് വന്ന് മുഖ്യമന്ത്രി അടക്കം DGP ADGP ഒക്കെ ഇടപെട്ടത് കൊണ്ടാണ് വളരെ ഫാസ്റ്റായിട്ടാണ്. പക്ഷേ അങ്ങനെ എത്ര പേർക്ക് പറ്റും? ഇത് ഹണി റോസ് ആയതുകൊണ്ടും കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സിനിമാ താരമായതുകൊണ്ടുമാണ് ഈ ആക്ഷൻസൊക്കെ എളുപ്പത്തിലുണ്ടായത്. അത് തർക്കമില്ലാത്ത കാര്യം. ഹണി റോസ് ആണ് എന്ന് പറയുമ്പോഴും അവർ പോലും ദിവസങ്ങളോളം കാലങ്ങളോളം ഇതിൻ്റെ ആക്രമണം നേരിട്ടതിന് ശേഷമാണ്. എന്നിട്ട് അത് പേര് പറയാതെ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ പോലും ആ പോസ്റ്റിന് താഴെ പോലും വളരെ മോശം കമൻറ്റുകളാണ് മലയാളികൾ ഇട്ടത്. അത് ഇത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ഇതൊരു പെർവേർട്ടഡ് കമ്മ്യൂണിറ്റി ആണെന്ന് പോലും തോന്നിപ്പോകുന്ന തരത്തിലാണ് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ പല ഇതിനകത്തും കമൻറ്റുകൾ വരികയും ഒക്കെ വരികയൊക്കെ ചെയ്യുന്നത്. അതിനൊരു ഒരു എന്താ പറയുക, ഒരു മര്യാദയുടെ എല്ലാ സീമുകളും ലംഘിച്ചുകൊണ്ടാണ് പലപ്പോഴും ഇത് ആയിപ്പോകുന്നത്. അപ്പോൾ അത് പോലീസ് ഇത് ഒരു കൃത്യമായിട്ടൊരു ഇപ്പം നമ്മൾ നിങ്ങളെ പിടിക്കുന്നില്ലേ, നിയമലംഘനം നടന്ന വാഹനങ്ങളെ പിടിക്കുന്ന പോലെ ഇതിനകത്ത് ഒരു സംവിധാനം വന്നാൽ ഇത് നിൽക്കും. നിയമത്തിൻ്റെ ഗുരുക്കിൽപ്പെട്ട് കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ടവരെല്ലാം ഒതുങ്ങിപ്പോവും. അപ്പോൾ ആ ഒതുങ്ങാനുള്ളൊരവസ്ഥ സൃഷ്ടിക്കാത്തത് കൊണ്ടാണ് ഇത് പലപ്പോഴും പിടിക്കപ്പെടാതെ പോകുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഗണേഷ് കുമാർ വന്നതിന് ശേഷം കേരളത്തിലെ KSRTC ബസ്സുകളിൽ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരെ പിടിക്കുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നു. എന്തുമാത്രം പേരെയാണ് പിടിച്ചത്? അതിനുശേഷം അത്തരത്തിൽ മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന KSRTC ഡ്രൈവർമാരുടെ എണ്ണം ഗണ്യമായ രീതിയിൽ കുറഞ്ഞു. അപ്പം നിയമം നിങ്ങൾ കൃത്യമായി ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്യുമ്പോൾ ഈ കുറ്റകൃത്യങ്ങളുടെ എണ്ണം കുറയും. അതൊരു എന്താ പറയുക, ഒരു ഫാക്റ്റാണ്. അത് ഈ ഹണി റോസിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഇന്ന് മാലാപാർവതി ഉന്നയിച്ചൊരു പരാതിയുണ്ട്. അതായത് അവരുടെ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ പൊതുചടങ്ങിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ പോലും പകർത്തിയിട്ട് വളരെ മോശം കമൻറ്റുകളുമായി സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യുന്നു എന്നാണ് അവരുടെ പരാതി. അത്തരം ട്രെൻഡ് അല്ലെങ്കിൽ മാധ്യമത്തിന് വേണ്ടി ഇത്രയും സ്ത്രീകളെല്ലാം മോശമായി ചിത്രീകരിക്കുന്ന ഒരു ട്രെൻഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. അല്ല, അത് ഈ ഓൺലൈൻ മാധ്യമങ്ങൾക്കായാലും മറ്റുള്ള മാധ്യമങ്ങൾക്കായാലും ഒക്കെ ഇത്തരത്തിലുള്ള ഒരു നിയന്ത്രണമില്ലാതെ പോകുന്നു എന്നുള്ള വലിയൊരു ആരോപണമുണ്ട്. ഇപ്പം ഓസ്ട്രേലിയയിലേക്ക് തന്നെ കുട്ടികൾക്ക് ഈ സോഷ്യൽ മീഡിയയിൽ ചേരുന്നതിനും സോഷ്യൽ മീഡിയ ഫോൺ ഉപയോഗിക്കുന്നതിനുമൊക്കെ തന്നെ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നുള്ള നിയമം ഓസ്ട്രേലിയയിൽ വന്നു കഴിഞ്ഞു. മറ്റു പല യൂറോപ്യൻ രാജ്യങ്ങളും ആ ലെവലിലേക്ക് പോകുന്നത്. കാരണം കുട്ടികളുടെ ഇടയിലേക്ക് വലിയ തോതിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുകയും കുട്ടികൾ പഠനത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ പോവുകയും മറ്റ് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്ന വലിയ സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ നമ്മുടെ സർക്കാരും അത്തരത്തിലുള്ള ആലോചന നടക്കുന്നു ഈ ദിവസങ്ങളിലൊക്കെ തന്നെ പാർലമെൻറ്റുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ വന്നിരുന്നു. അപ്പോൾ അത് എന്തെങ്കിലുമൊക്കെ റെസ്ട്രിക്ഷൻസ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവേണ്ടത്. കാരണം ഇതിനകത്ത് ഇംപ്ലിമെൻറ്റിംഗ് അതോറിറ്റി എന്ന് പറയുന്നത് നിയമം നടപ്പാക്കുന്നതിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് അതോറിറ്റി പോലീസാണ്. പോലീസ് ആക്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പോലീസ് ആക്ട് ചെയ്താൽ തന്നെ പ്രശ്നങ്ങൾ സോൾവ് ആവും.
ഇപ്പോൾ അവർക്ക് പറയാൻ ഒരുപാട് ന്യായങ്ങൾ കാണുമായിരിക്കാം. ഇത്രയും സൈബർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ എണ്ണം കുറവാണ്, അതായത്. പക്ഷേ അതൊന്നുമല്ല. നിങ്ങൾ കൃത്യമായി നിയമം നടപ്പാക്കുന്നുണ്ടെന്നൊരു ഫീല് വന്നാൽ മതി. ആ ഫീൽ ഉണ്ടാകാനുള്ള സംവിധാനമാണ് ഏർപ്പെടുന്നത്. ഇപ്പോൾ തന്നെ ഇതൊരു വലിയ സൂചനയാണ്. കേരളത്തിൽ വലിയ അറിയപ്പെടുന്ന ഒരു പണക്കാരനാണ് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ ഒരു സിനിമാ താരത്തെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചതിൻ്റെ പേരിൽ നിയമ നടപടി നേരിടുന്നു, അറസ്റ്റ് ചെയ്തു, കസ്റ്റഡിയിലായി ഒക്കെ തന്നെ. അത് നല്ല സൂചനയാണ്. നിങ്ങൾ നിയമം നടപ്പാക്കുന്ന ഫീല് ജനങ്ങൾക്കുണ്ടാവണം. അതായത് വേർതിരിവില്ലാതെ എല്ലാവർക്കും തുല്യമായ തരത്തിൽ നീതി ലഭിക്കും എന്നുള്ള ഒരവസ്ഥ സംസ്ഥാനത്ത് രാജ്യത്തൊക്കെ സംവിധാനം വന്നു കഴിഞ്ഞാൽ തന്നെ പ്രശ്നങ്ങൾ. നിയമലംഘനം എല്ലാ രാജ്യത്തും എല്ലായ്പ്പോഴും നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ നിയമലംഘനത്തിനെ തടയിടാനുള്ളൊരു സംവിധാനം സർക്കാർ, പോലീസൊക്കെ നീതി നിർവഹണ സംവിധാനങ്ങൾ നടപ്പാക്കുമ്പോൾ അതിനനുസരിച്ച് തന്നെ ക്രൈം റേറ്റ് കുറയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അത് കുറയ്ക്കാനുള്ള സംവിധാനമാണ് പോലീസ് നടപ്പാക്കേണ്ടത്. പോലീസ് അത് ചെയ്യാതെ വരുന്നതുകൊണ്ടാണ് ഇത് കൂടി വരുന്നത്.